ആസിഡും മെറ്റലും തമ്മിൽ പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഇതിന്റെ ആക്ടിവിറ്റി, ആ ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റ് ലൈറ്റ് 2.3 ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിലേക്ക് സിങ്ക് ഗ്രാനുൾസ് ഇടുന്നു. അതിനെ നന്നായി ഷേക്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ ഗ്യാസ് ഒരു സോപ്പ് സൊല്യൂഷനിലൂടെ കടത്തി വിടും. അപ്പോൾ അവിടെ ബബിൾസ് ഉണ്ടാവും. ഈ ബബിൾസ് കണ്ടെയ്ൻ ഹൈഡ്രജൻ ഗ്യാസ്. ഇനി ഇത് ഹൈഡ്രജൻ ഗ്യാസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു കാൻഡിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പോപ്പ് സൗണ്ടോടുകൂടി ഇത് കത്തുന്നു. And equation Zn plus H2SO4 gives Zn SO4 plus H2. H2 ഗ്യാസ് ആണ് അവിടെ ഉണ്ടാവുന്നത്. CBSE 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോമൺ നെയിം ഓഫ് ദ കോമ്പൗണ്ട് CaOCl2? പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കോമൺ നെയിം എന്താണ്? The common name of the compound CaOCl2 is bleaching powder. ഇതിൽ എൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ പേരെന്താണെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന്, അതിൻ്റെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. CaOCl2 എന്ന സാധനത്തിനെ നമ്മൾ എന്താണ് സാധാരണ വിളിക്കുന്നത്? ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മൾ മേടിക്കാൻ പോവാണെങ്കിൽ ചേട്ടാ CaOCl2 തരുമോ എന്ന് ചോദിച്ചാൽ കടക്കാരൻ വാവളിച്ച് നിൽക്കും. അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേര് വേണം പറയാൻ. ആ കോമൺ നെയിം ആണ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ തരുമോ ചേട്ടാന്ന് ചോദിച്ചാൽ കടക്കാരൻ തരും. അപ്പോൾ ആ പേരാണ് ഈ കോമൺ നെയിം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ NaCl സോഡിയം ക്ലോറൈഡ് ഉപ്പ് നമ്മൾ പറയും. ആ സോഡിയം ക്ലോറൈഡും അതുപോലെയൊക്കെ നമ്മൾ സോഡിയം ക്ലോറൈഡ് നമ്മൾ ഉപ്പ് എന്നാണ് പറയുന്നത്. ഏതാ? കോമൺ സോൾട്ട്. അതുപോലെ ഇവിടെ ബ്ലീച്ചിങ് പൗഡറിന്റെ പേരാണിത്, അല്ലെങ്കിൽ ഇതിന്റെ കോമൺ നെയിം ആണ് ബ്ലീച്ചിങ് പൗഡർ. Name the substance which on treatment with chlorine yields bleaching powder. Name the substance which on treatment with chlorine yields bleaching powder. ബ്ലീച്ചിങ് പൗഡറിനെ ഉണ്ടാക്കാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ബ്ലീച്ചിങ് പൗഡർ കിട്ടുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറിൻ Cl2 yields ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ ക്ലോറിനുമായിട്ട് ചേർത്തിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പേരേ ചോദിച്ചിട്ടുള്ളൂ, അവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ സോഡിയം കോമ്പൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കാൻ അല്ലെങ്കിൽ സോഫ്റ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സോഡിയം കോമ്പൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേരെ ചോദിച്ചിട്ടുള്ളൂ. ഏതാണ് ആ സോഡിയം കോമ്പൗണ്ട്? വാഷിംഗ് സോഡ Na2CO3 H2O. ഈ വാഷിംഗ് സോഡ ആണ്. ഇതൊരു സോഡിയം കോമ്പൗണ്ട് ആണ്. അപ്പൊ സോഡിയം കോമ്പൗണ്ട് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പേരെന്താണെന്നാണ്. സോഡിയം കോമ്പൗണ്ട് ആണെന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളൂ. സോഫ്റ്റനിങ് ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലക്ക് കാരം എന്നൊക്കെ പറയുന്ന സാധനം ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത് പേര് മാത്രമേ ഉള്ളൂ, ഇവിടെയും ചോദിച്ചിട്ടുള്ളൂ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോകാർബണേറ്റ് ഈസ് ഹീറ്റഡ്? ഗിവ് ദ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. വാട്ട് ഹാപ്പൻ ഇഫ് എ സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോകാർബണേറ്റ് ഈസ് ഹീറ്റഡ്? സോഡിയം ഹൈഡ്രോകാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഗിവ് ആൻ ഇക്വേഷൻ. അതിന്റെ ഇക്വേഷൻ പറയുക. When the solution of sodium hydrocarbonate is heated, sodium carbonate and water are formed with the evolution of carbon dioxide gas. ചൂടാക്കുമ്പോൾ സോഡിയം ഹൈഡ്രോകാർബണേറ്റ് ചൂടാക്കിയാൽ അതിൽ നിന്നും എന്ത് സംഭവിക്കും? വിത്ത് ദ എവല്യൂഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നു. ചൂടാക്കിയാൽ ഗ്യാസ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. Sodium carbonate and water are formed. When solution of sodium hydrocarbonate is heated, sodium hydrocarbonate ആയിരുന്നു, അത് sodium carbonate and water. അപ്പോൾ അതിനകത്തുള്ള ഹീറ്റ് ചെയ്യുമ്പോൾ എന്തായി? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അതിനകത്ത് നിന്ന് പുറത്തു പോകും.
അപ്പോൾ സോഡിയം ഹൈഡ്രോ കാർബണേറ്റ് ആയിരുന്നു ആദ്യം, ഹീറ്റ് ആയപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അതിൽ നിന്ന് പോയി. പിന്നെയുള്ളത് സോഡിയം ഹൈഡ്രോ കാർബണേറ്റ് ആയിരുന്നു, സോഡിയം കാർബണേറ്റും വാട്ടറുമാണ് അവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഇക്വേഷൻ 2NaHCO3 ഹീറ്റ് കൊടുക്കുന്നു, Na2CO3 പ്ലസ് H2O പ്ലസ് CO2 പോകും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്തായാലും അവിടെ ഇതിൻ്റെ കൂടെ നിൽക്കൂലല്ലോ. അപ്പോൾ CO2 പോയി കഴിഞ്ഞാൽ വിത്ത് ദ എവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2NaHCO3 പ്ലസ് ഹീറ്റ് ആണ്, ചൂടാക്കുന്നു. 2Na2 അല്ല വെറും Na2CO3 പ്ലസ് H2O പ്ലസ് CO2 ഇക്വേഷനകത്ത് വേണം, പക്ഷേ ആ പ്രൊഡക്റ്റിനകത്ത് കാണൂല, CO2 പോകും. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഷോ ദ റിയാക്ഷൻ ബിറ്റ്വീൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആൻഡ് വാട്ടർ. റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഷോ, ഇക്വേഷൻ എഴുതണം, ദ റിയാക്ഷൻ ബിറ്റ്വീൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആൻഡ് വാട്ടർ. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ പേര് പഠിക്കുന്നത് കൂടെ തന്നെ ആ ഇക്വേഷൻ ഒരു ഓർഡറിൽ ഏതാണ് പേര് അതും കൂടെ പഠിച്ചു വെച്ചാൽ മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. കറക്റ്റ് നമുക്ക് ഒത്തിരി വിശദീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എക്സാമിന് വലിച്ചു, കെമിസ്ട്രി ആണ് വിഷയം, കെമിസ്ട്രി ഫിസിക്സ് സയൻസ് വിഷയങ്ങളിലൊന്നും ഒരുപാട് വലിച്ചു വാരി എഴുതേണ്ട കാര്യമില്ല. ആ എഴുതുന്ന കാര്യം അത് പോയിന്റ് ആയിരിക്കണം, അത് വ്യക്തമായിരിക്കണം. ഇപ്പോൾ സോഷ്യൽ സ്റ്റഡീസിനൊക്കെയാണ് നമ്മൾ കുറേ കഥകൾ ഉണ്ടാക്കി എഴുതണം. അങ്ങനെ വാരി വലിച്ച് എഴുതിയിട്ട് ഇവിടെ കാര്യമൊന്നുമില്ല, ആ കാര്യങ്ങൾ വ്യക്തമാകണം എന്ന് മാത്രം. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇക്വേഷനകത്ത് തന്നെ നമുക്ക് ഈ കാര്യം അറിയാം എന്നവർക്ക് വ്യക്തമാകും. ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ കാര്യം അവിടെ വ്യക്തമാണ്, അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ആദ്യം മുതൽ കുറേ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഓരോന്നാ പേര് തരംതിരിച്ച ഇക്വേഷൻ എഴുതി വെച്ച് പഠിക്കുവാണെങ്കിൽ മാർക്ക് മേടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻ ഇക്വേഷൻ ടു ഷോ ദ റിയാക്ഷൻ ബിറ്റ്വീൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആൻഡ് വാട്ടർ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് POP. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണെന്ന് പറയുന്നു. Plaster of Paris should be stored in a moisture-proof container because plaster of Paris is a powdery mass and absorbs water. അതായത് മോയ്സ്ചർ, വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല, വെള്ളം അന്തരീക്ഷത്തിൽ എടുത്തോളും, ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വലിച്ചെടുത്തോളും. ടു ഫോം എ ഹാർഡ് സോളിഡ് നോൺ ആസ് ജിപ്സം. റിയാക്ഷൻ ബിറ്റ്വീൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആൻഡ് വാട്ടർ ആണ് ചോദിച്ചത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു പൗഡർ ആണെന്ന് നമുക്കറിയാം, അത് ഒരു മോയ്സ്ചർ പ്രൂഫ് കണ്ടെയ്നറിൽ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് പൗഡറി മാസ് ആൻഡ് അബ്സോർബ് വാട്ടർ. അറ്റ്മോസ്ഫിയറിൽ നിന്നും വെള്ളത്തെ വലിച്ചെടുക്കും, അങ്ങനെ ഒരു ഹാർഡ് സോളിഡ് ഉണ്ടാവുന്നു, അതാണ് ജിപ്സം. അതിന്റെ ഇക്വേഷൻ ആണ്, ഒരു ഇക്വേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് കൂടെ പറഞ്ഞതേ ഉള്ളൂ. CaSO4 അത് half H2O plus 1.5 H2O gives CaSO4 plus SO4 2H2O. അതാണ് ഇതിന്റെ ഇക്വേഷൻ. ആദ്യത്തേത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെയുള്ള H2O നിങ്ങൾക്കറിയാം, H2O. പിന്നെ ഉണ്ടാവുന്നത് ജിപ്സം ആണ്, ഹാർഡ് സോളിഡ് ആണ്. അപ്പോൾ ഇവിടെ H2 അതിന്റെ ഹാഫ് മോളും 1.5 മോളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ഇക്വേഷനിൽ അതിന്റെ റേഷ്യോ ഓർത്തിരിക്കുക. അപ്പോൾ CaSO4 പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പിന്നെ വരുന്നത് എന്താ? ജിപ്സം. അതും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തന്നെയാണ് ജിപ്സവും. അതെന്താവും? പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊടിയാണെങ്കിൽ ഇത് ഹാർഡ് സോളിഡ് ആയിരിക്കും. അതാണ് ഈ റിയാക്ഷൻ. വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നടക്കുന്നത്. അതിപ്പോൾ നമ്മൾ കൈയും കാലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടുമ്പോൾ ഈ പൗഡേർഡ് ആയിട്ടുള്ള ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു ക്ലോത്തിലായിരിക്കും ഉണ്ടാവുക. ആ ക്ലോത്തിൽ അത് ചുറ്റിക്കഴിഞ്ഞ ശേഷം അതിനെ നനച്ചു കൊടുക്കുമ്പോൾ അത് ഹാർഡ് ആവുക. സിമെന്റ് സെറ്റ് ആവുന്ന പോലെ തന്നെ വേറൊരു രീതിയിൽ, അത്രയും ഹാർഡല്ല. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ജിപ്സം.